Hello, my name is Aditya. First of all, welcome to newspaper orientation session powered by Island IS Ignite Foundation. ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് എന്തുകൊണ്ടാണ് യു പി എസ് സി സിവിൽ സർവീസ് എക്സാമിൽ കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ റീഡിംഗ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്, അത് നമ്മൾ എങ്ങനെ വായിക്കണം, എത്രമാത്രം വായിക്കണം എന്നുള്ള കാര്യത്തിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഓറിയന്റേഷൻ സെഷനാണ്. ഓക്കെ, അപ്പൊ ഇന്നലെ എല്ലാവരും തന്നെ നമ്മുടെ ഡയറക്ടർ ജിഷ്ണു കൃഷ്ണ സാറ് എടുത്തിട്ടുള്ള സിവിൽ സർവീസ് എക്സാമിലേക്കുള്ള ഓറിയന്റേഷൻ സെഷൻ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതൊരു ഓപ്പൺ സെഷൻ ആയിരുന്നു. ഇൻ കേസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിട്ട് ഈ വീഡിയോ കാണുക. ദെൻ സർ അതിനകത്ത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം ഒരു നല്ല ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വീൽ ഓൾസോ ബി ലുക്കിംഗ് അറ്റ് ഇറ്റ്. സോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതൊരു ഓറിയന്റേഷൻ സെഷനാണ്. സോ ഇത് കുറച്ച് ലെങ്തി ആയിരിക്കും, ഒരു 45 minutes to 1 hour വരെയൊക്കെ ചിലപ്പോൾ പോയേക്കാം. അതുകൊണ്ട് ആദ്യമേ ഒരു ഹെഡ്സപ്പ് തന്നതാണ്. ബട്ട് ഐ ട്രൈ ടു മേക്ക് ഇറ്റ് ഇൻട്രസ്റ്റിംഗ് ആസ് മച്ച് ആസ് പോസിബിൾ. ഓക്കെ, പക്ഷേ വീൽ അഷ്വർ യു ദാറ്റ് നമ്മൾ ഡെയിലി ന്യൂസ് പേപ്പർ അനാലിസിസ് കവർ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്ന സാധനം വിച്ച് വീൽ ബി ടെല്ലിംഗ് അറ്റ് ദി എൻഡ് ഓഫ് ദിസ് വീഡിയോ, അത് സ്ട്രിക്ട്ലി അണ്ടർ 30 minutes ആയിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ കോളേജിന്റെ ക്ലാസ്സോടൊപ്പം തന്നെ കവർ ചെയ്ത് പോകാൻ പറ്റുന്ന രീതിക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ള സംഭവമാണ്. ബട്ട് ഐ വോണ്ട് ടു ഗിവ് യു എൻ ഓറിയന്റേഷൻ ഓഫ് ദി ഹോൾ തിങ്. ഓക്കെ, അപ്പൊ നമ്മൾ അധികം സമയം കളയാതെ കാര്യങ്ങളിലേക്ക് കിടക്കാം. സോ എന്തുകൊണ്ടാണ് വൈ ടു റീഡ് എ ന്യൂസ് പേപ്പർ എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് അഡ്രസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ. ഒരു യു പി എസ് സി പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള ഒരു ക്ലീഷ ആയിട്ടുള്ള സെന്റൻസ് ആണ് വി ആർ സപ്പോസ് ടു നോ എവറിത്തിങ് അണ്ടർ ദി സൺ എന്ന് പറയുന്നത്. അപ്പോൾ അത് ശരിക്കും അങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐഎൽസേ അല്ല, അങ്ങനെ എല്ലാമൊന്നും അറിയണ്ട. ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു സിലബസ് ഉണ്ട്. ആ സിലബസിൽ പറയുന്ന കാര്യങ്ങളും പിന്നെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് എന്ത് പിക്ക് ചെയ്യണം എന്നുള്ള അറിവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രമാത്രം ആവശ്യമുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രം മതി. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുന്ന സമയത്ത് നമുക്കൊരു ജനറൽ അവയർനെസ് കിട്ടും. അത് ഏതൊരു നമ്മൾ മേഖലയിൽ ഒരു മനുഷ്യനായിട്ട് ജീവിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു സിറ്റിസൺ എന്നുള്ള രീതിയിൽ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ന്യൂസ് പേപ്പർ കവർ ചെയ്യും. സോ ന്യൂസ് പേപ്പർ നമ്മൾ ആ ഒരു കാര്യത്തിൽ ജനറൽ അവയർനെസിന് വേണ്ടി നമ്മൾ ഡെഫിനറ്റ്ലി ഫോളോ ചെയ്യുക. രണ്ടാമത്തെ കാര്യം അനലിറ്റിക്കൽ തിങ്കിങ്. വാട്ട് ഇസ് ദിസ് അനലിറ്റിക്കൽ തിങ്കിങ്? നമ്മൾ ഇന്നലത്തെ ഓറിയന്റേഷൻ സെഷനിൽ ജിഷു സാർ കുറച്ച് മെയിൻസിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണിച്ചു തന്നായിരുന്നു. അപ്പോൾ അതൊരു ജസ്റ്റ് ഒരു ടോപ്പിക്കിനെ കുറിച്ച് വാട്ട് ഇസ് ദിസ്, വാട്ട് ഇസ് ദാറ്റ് എന്ന രീതിക്കുള്ള ക്വസ്റ്റ്യൻ, എക്സാമിന് ഒരു സംഭവം അല്ലെങ്കിൽ അനലൈസ് സംതിങ് പർട്ടിക്കുലർലി ഒരു ഇഷ്യൂ എന്നെ കുറിച്ച കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോയിന്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റണം. ഐ ടെൽ യു എൻ എക്സാമ്പിൾ. ഐ ഹാഡ് ദി ഓപ്പർച്യൂണിറ്റി ടു റൈറ്റ് മെയിൻസ് വൺസ്. ഓക്കെ, 2020 മുതൽ പ്രിലിംസ് കിട്ടി, മെയിൻസ് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എഴുതിയ സമയത്ത് ലൈക്ക് നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മൾ ന്യൂസ് പേപ്പറിൽ വായന ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്സ് ദാറ്റ് വി റീഡ് എവറി ഡേ, അത് വെച്ച് നമുക്ക് പോയിന്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഒരു അനലിറ്റിക്കലി നമ്മളൊരു ഇഷ്യൂ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ പല ആംഗിൾസിൽ നിന്ന് കാണുക. അത് നമ്മൾ ന്യൂസ് പേപ്പർ റെഗുലർലി ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ ഒരു സ്കില്ല് നമ്മളുടെ ഇൻവൈവ് ചെയ്ത് കിട്ടും. അപ്പൊ ആ ഒരു അനലിറ്റിക്കൽ തിങ്കിങ് സ്ട്രക്ചേർഡ് ആയിട്ട് മെയിൻസിന് ആൻസർ ചെയ്യാനും മാത്രമല്ല, ഇപ്പൊ ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് നമ്മുടെ ഇന്റർവ്യൂ സ്റ്റേജ് തേർഡ് സ്റ്റേജിൽ ഒരാൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിന് റിലവന്റ് ആയിട്ടുള്ള കണ്ടന്റ് പല പെർസ്പെക്റ്റീവ്സിൽ പറയാൻ പറ്റുക, നമുക്കൊരു ഒപ്പീനിയൻ ജനറേറ്റ് ചെയ്യുക, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദിൽ ആസ്ക് നിങ്ങൾക്ക് ഈ ഒരു ഇഷ്യൂവിൽ നിങ്ങളുടെ ടേക്ക് എന്താണെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ടേക്ക് നമുക്കൊരു സ്റ്റാൻഡ് എടുക്കാൻ സാധിക്കണം. അത് പെട്ടെന്ന് നമുക്ക് വരില്ല, എല്ലാം ക്ലാസ്സുകളിൽ നിന്ന് കിട്ടത്തുമില്ല. അപ്പൊ നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ പല ഇഷ്യൂസിൽ പല ആൾക്കാർ എഴുതുന്ന ഓപ്പൺ എഡിറ്റോറിയൽസ് ഒക്കെ വായിക്കുമ്പോൾ വീൽ ഓൾസോ ജനറേറ്റ് സം ഒപ്പീനിയൻ. അപ്പൊ ആ ഒരു കാര്യത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതൊരു ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ആണ് കേട്ടോ. ഇതെല്ലാം കൂടാതെ നമ്മുടെ എക്സാമിന്റെ പാറ്റേണിൽ അതിന് എത്രമാത്രം വെയിറ്റേജ് ഉണ്ട്. നമ്മുടെ ഒരു 100 ക്വസ്റ്റ്യന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. പ്രിലിംസിൽ 100 ഒരു 80 to 20 ക്വസ്റ്റ്യൻസ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി റിലേറ്റഡ് ടു കറണ്ട് അഫയേഴ്സ് ആയിരിക്കും. നമുക്കത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണാം. ഇപ്പൊ നമ്മൾ പ്രിലിംസിന്റെ ഇന്നലത്തെ സിലബസ് നമ്മൾ കണ്ടിരുന്നു. സാർ ഇന്നലെ ഡിസ്കസ് ചെയ്ത സമയത്ത് അതിനകത്ത് ഈ ഫസ്റ്റ് പറയുന്നത് തന്നെ കണ്ടോ, പേപ്പർ 1 GS-നകത്ത് കറന്റ് ഇവന്റ്സ് ഓഫ് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ്. ഇത് ബേസിക്കലി എന്ത് വേണോ ആവാം, പക്ഷെ അങ്ങനെയല്ല. നമ്മൾ അതെങ്ങനെ ചൂസ് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ വഴിയെ പറയുന്നതായിരിക്കും. ഈ കറന്റ് ഇവന്റ്സ് എന്ന് പറയുന്ന സാധനത്തിനെ ലിങ്ക് ചെയ്ത് തന്നെയാണ് ഈ ജോഗ്രഫി ചോദിക്കുന്നത്, പോളിറ്റി, ഗവർണൻസ്, സോഷ്യൽ ഡെവലപ്മെന്റ്, എൻവയൺമെന്റ്, ടെക്നോളജി. ഓരോ ഇതിനകത്തും ചില ക്വസ്റ്റ്യൻസിലേക്കൊക്കെ കറണ്ട് അഫയേഴ്സ് ലിങ്ക്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. സ്റ്റാറ്റിക് എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ള സബ്ജക്ട്. ആ സബ്ജക്റ്റിലുള്ള നോളജ് വേണമെങ്കിൽ പോലും ചില കറണ്ട് അഫയേഴ്സിന്റെ ലിങ്കേജ് വെച്ചായിരിക്കും ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക് ആ സബ്ജക്റ്റിൽ നിന്ന് ചോദിക്കാനായിട്ടുള്ള ഒരു ക്ലൂ വരുന്നത്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ഇസ് ദാറ്റ് മച്ച് ഇമ്പോർട്ടന്റ് ഫോർ പ്രിലിംസ്. ഓക്കെ, ഇത് നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ഐ വിൽ ജസ്റ്റ് ഷോ യു വൈ റീഡിംഗ് ന്യൂസ് പേപ്പർ ഇസ് വെരി ഇമ്പോർട്ടന്റ്. അതായത് എത്രമാത്രം നമുക്ക് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആണ് ന്യൂസ് പേപ്പേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് പ്രിപ്പറേഷൻ ചെയ്യുന്നതിൽ നിന്നും കിട്ടുന്നതെന്നുള്ള സമയം. പക്ഷെ വീണ്ടും പറയാം, അത് സ്മാർട്ടായിട്ട് പ്രിപ്പയർ ചെയ്യണം. ദാറ്റ് വീൽ സീ ഹൗ. ഓക്കെ, നമുക്ക് ഈ ഒരു ജസ്റ്റ് ചുമ്മാ ഒരു ക്വസ്റ്റ്യൻ, ഒരു 5-6 ക്വസ്റ്റ്യൻ കേട്ടോ, ബോറടിപ്പിക്കില്ല, ജസ്റ്റ് നോക്കുക. ഈ ഇത് 2025 ഈ വർഷം ചോദിച്ച യു പി എസ് സി പ്രിലിംസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്.
വിച്ച് ഓഫ് ദി ഓർഗനൈസേഷൻ ഇനാക്ടഡ് നേച്ചർ റെസ്റ്റോറേഷൻ ലോ? ഇത് 4 തന്നിട്ടുണ്ട്. ഈ താഴെ കിടക്കുന്നത് ഹിന്ദുവിൽ വന്നിട്ടുള്ള ഒരു പ്രോമിനന്റ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ്. നേച്ചർ റെസ്റ്റോറേഷൻ ലോ എന്നും വന്നു, അതിന്റെ കൂടെ തന്നെ ഇറ്റ് ഈസ് ഇനാക്ടഡ് ബൈ ദി യൂറോപ്യൻ യൂണിയൻ. ഞാൻ ഈ പറയുന്ന എല്ലാ എക്സാമ്പിൾസും നിങ്ങൾ ആ ആർട്ടിക്കിൾ വായിക്കണം എന്ന് പോലുമില്ല. ജസ്റ്റ് ദി ഹെഡിങ്, ആ ഒരു ഹെഡിങ് നിങ്ങളൊന്ന് കണ്ടു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സംവെയർ ഇഫ് യു ക്യാൻ കണക്ട്, നിങ്ങൾക്ക് ആക്ച്വലി ആ ആൻസറിലേക്ക് നിങ്ങൾ എത്തുന്നു. നിങ്ങൾക്ക് 2 മാർക്ക് UPSC കിട്ടും. അതുപോലെ തന്നെ ഇതിനകത്ത് ജസ്റ്റ് സീ ദിസ് ക്വസ്റ്റ്യൻ, 3 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. വിൽ ബി ഡിസ്കസിങ് എവറി ക്വസ്റ്റ്യൻ കേട്ടോ. ഓരോ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യണം, PYQ എങ്ങനെ സോൾവ് ചെയ്യാം, അല്ലാതെ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും ക്ലാസ്സിൽ. പക്ഷേ ഐ എം ജസ്റ്റ് ഷോയിങ് ഇറ്റ് യു, എങ്ങനെയാണ് ഒരു ഹെഡ്ലൈൻ വായിക്കുമ്പോൾ തന്നെ ആ ഒരു ജസ്റ്റ് ഒരു ന്യൂസിൽ നിന്ന് തന്നെ എങ്ങനെ UPSC-യിൽ നമുക്ക് ആൻസറിലേക്ക് എത്താന്നുള്ളത്. ഇറ്റ് ഈസ് ഗിവിംഗ് 3 സ്റ്റേറ്റ്മെന്റ്സ്. നിങ്ങളത് 3 നമുക്ക് അറിയണമെന്നില്ല, നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം അറിഞ്ഞാൽ മതി. ഇതിനകത്ത് കണ്ടോ, വാട്ട് മേക്സ് മൈക്രോസോഫ്റ്റ്സ് ന്യൂ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചിപ്പ് മജോറല 1 ഡിഫറെന്റ്? മൈക്രോസോഫ്റ്റിന്റെ ആണെന്ന് ഉള്ളത് ഇതിനകത്ത് പറയുന്നുണ്ട്. ഈ ഒരു ഇൻഫർമേഷൻ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് റീഡ് ദി സ്റ്റേറ്റ്മെന്റ്. ഞാൻ എല്ലാം വായിക്കുന്നില്ല കേട്ടോ, ബിക്കോസ് വീഡിയോ ലെങ്തി ആവും. ഇത് നിങ്ങൾക്ക് വായിക്കാവുന്ന കേസേ ഉള്ളൂ. ഈ ഒരു സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ മെജോറല 1 ചിപ്പ് ഹാസ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ആമസോൺ വെബ് സർവീസസ്. നമ്മൾ ഈ ഒരു ആർട്ടിക്കിലൂടെ കടന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഓർത്തിരിക്കാമെന്നുണ്ടെങ്കിൽ മൈക്രോസോഫ്റ്റ് ആണെന്നുള്ള കാര്യം നമുക്ക് അറിയാം. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇതോ കറക്റ്റ് ആയിട്ട് അറിയണമെന്ന് പോലും ഇല്ല. ഈ ഒരു സ്റ്റേറ്റ്മെന്റിനകത്ത് നമ്മുടെ 2 ഇല്ല, നമുക്ക് 2 ഇല്ലാത്തത് കൊണ്ട് നമ്മൾ 2 ഓപ്ഷൻസ് ഒക്കെ വെട്ടിക്കഴിഞ്ഞാൽ കറക്റ്റ് ഓപ്ഷനിലേക്ക് നമ്മൾ എത്തി, ജസ്റ്റ് ബൈ റീഡിങ് എ ഹെഡ്ലൈൻ ഓഫ് എ ന്യൂസ്. അതുപോലെ തന്നെ ഇതിനകത്ത് നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതും ഹിന്ദുവിൽ വന്നിട്ടുള്ള ഒരു ആർട്ടിക്കിൾ. ഹിന്ദു എന്ന് മാത്രമല്ല കേട്ടോ, ഏതൊരു ന്യൂസ് പേപ്പറിലും ബേസിക്കലി കവർ ചെയ്യുന്നതാണ്. ഇഫ് യു നോ സംവെയർ അസർബൈജാൻ ഇറാനൊക്കെ കണക്ട് ചെയ്യാണെന്നുള്ള സംഭവമാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ആക്ച്വലി കം ടു ദി ആൻസർ ഓഫ് ദിസ് സംഭവം. പക്ഷേ ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും അല്ല എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. ഇതിനകത്ത് സെൻട്രൽ ഏഷ്യ, ഈ പറയുന്ന സെൻട്രൽ ഏഷ്യ, ചൈന, ഈ രീതിക്കുള്ള ഒരു ഓപ്ഷനും അല്ല. സോ ദാറ്റ് ഈസ് വൈ ന്യൂസ് പേപ്പർ റീഡിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതേപോലെ തന്നെ 2024 ഒരു ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊരു മിലിറ്ററി ഓപ്പറേഷൻസ് ആണ് കേട്ടോ. മിത്രശക്തി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ മിലിറ്ററി ഓപ്പറേഷൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ശ്രീലങ്ക. ബേസിക് സ്റ്റഫ് ഇത് മാത്രം. ഇപ്പൊ UPSC-യിലേക്ക് ഇത് മിത്രശക്തിയെ കുറിച്ചാണ് 2023 ചോദിച്ചിരിക്കുന്നത്. ഇത് ഇവര് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ജസ്റ്റ് നോക്കുക. ഈ ഒരു ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഇരിക്കട്ടെ, പക്ഷേ ഇറ്റ് ഈസ് കമൻസ്ഡ് ഇൻ ഔണ്ട് ഓർ പൂനെ. എന്നിട്ട് ജോയിന്റ് റെസ്പോൺസ് ഡ്യൂറിംഗ് കൗണ്ടർ ടെററിസം ഇതൊക്കെയാണ്. ഇതിനകത്ത് എയർഫോഴ്സ് ആയിരുന്നു പാർട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എയർഫോഴ്സ് ആണോ, നേവി ആണോ, ആർമി ആണോ, ഇതൊന്നും നമുക്ക് അറിയില്ല. നമുക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റില്ല. പഠിക്കാൻ പറ്റും, പക്ഷെ സ്റ്റിൽ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റില്ല. പക്ഷേ മിത്രശക്തി എന്ന് പറയുന്നത് ഇന്ത്യ ശ്രീലങ്ക ആണെന്നൊരു ബേസിക് ഇൻഫർമേഷൻ വി ഗോട്ട് ഇറ്റ് ബൈ റീഡിംഗ് എ ഹെഡ്ലൈൻ. അത് വെച്ച് തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ബംഗ്ലാദേശ് ആണോ? അല്ല. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ ആക്ച്വലി ഇല്ലാതെ വരുമ്പോൾ 3 ഇതും കട്ട് ചെയ്ത് നമ്മൾ കറക്റ്റ് ആൻസറിലേക്ക് വരിക. വേറെ ഒരു ഓപ്ഷൻ നമ്മൾ അറിയേണ്ട ആവശ്യം പോലും ഇവിടെ വന്നിട്ടില്ല. ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. വിൽ ജസ്റ്റ് സീ 2 more questions. ഓക്കെ, ഇതിനകത്ത് the term pumped storage hydropower actually is discussed in context with which of the following എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതിനകത്ത് നമുക്ക് ഹിന്ദു ഇന്ത്യൻ എക്സ്പ്രസിലൊക്കെ തന്നെ വന്ന ആർട്ടിക്കിളാണ് 2 pumped hydropower projects in Maharashtra. എന്താണ്? During the times of excess energy, water will be pumped from lower reservoir to higher reservoir and peak ആയിട്ടുള്ള ഡിമാൻഡ് വരുന്ന സമയത്ത് it will be thereby generating the electricity. അപ്പോൾ ഇതിനകത്ത് എന്തുവാ? ലിഫ്റ്റ് ഇറിഗേഷൻ സീരിയൽ സിസ്റ്റം അല്ല, ഇറിഗേഷൻ ഓഫ് ടെറസ് ക്രോപ്സ് അല്ല, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം അല്ല, ലോങ് ഡ്യൂറേഷൻ എനർജി സ്റ്റോറേജ്. ഇത് ജസ്റ്റ് ഈ ഒരു ആർട്ടിക്കിളിൽ നമ്മൾ ജസ്റ്റ് ഒരു കാര്യം മാത്രം വായിക്കുമ്പോൾ തന്നെ നമുക്കിത് എന്താണെന്നൊന്ന് മനസ്സിലാക്കിയ ആ ഒരു ആൻസറിലേക്ക് വളരെ ഇത് UPSC-ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഇതുപോലെ തന്നെയാണ് ഗർബ ഡാൻസ് ഓഫ് ഗുജറാത്തിനെ യുനെസ്കോ ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജ് സൈറ്റിൽ ഇത് ആഡ് ചെയ്യപ്പെട്ടു. അത് നല്ല പ്രോമിനന്റ് ആയിട്ട് വന്ന ഒരു ആർട്ടിക്കിൾ ആയിരുന്നു. ഇത് ചോദിച്ചതും ലേറ്റസ്റ്റ് ആയിട്ട് എന്തായിരുന്നു ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഗർബ ഡാൻസ് ആണ് ഇതിന് ആൻസർ. സോ നമ്മളിപ്പോ കണ്ടു UPSC ഇത് മാത്രമല്ല കേട്ടോ, ഇതുപോലെ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ആയിട്ട് ന്യൂസ് പേപ്പറിൽ ലിങ്ക് ചെയ്ത് വരുന്ന ഒരുപാട് ആർട്ടിക്കിൾസിൽ നിന്ന് നമുക്ക് എക്സാമിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് വരുന്നത്. ഇത് ഞാൻ ജസ്റ്റ് ഹെഡ്ലൈൻസിൽ നിന്ന് മാത്രം എങ്ങനെ എഴുതാമെന്നുള്ള കാര്യം മാത്രമേ കാണിച്ചത്. ആർട്ടിക്കിൾ വായിക്കുമ്പോൾ ആർട്ടിക്കിൾ അകത്തിൽ നിന്ന് വരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. സോ ന്യൂസ് പേപ്പർ റീഡിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ടേംസ് ഓഫ് answering these such type of prelims questions as well as developing a analytical thinking. നമുക്ക് വളരെ എക്സാം ട്രാക്ക് ചെയ്യാനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കില്ല് നമുക്ക് ന്യൂസ് പേപ്പർ റീഡ് ചെയ്തുകൊണ്ട് കിട്ടും. ഇതിൽ നമുക്ക് ഓക്കെ എന്തുകൊണ്ട് ഇത് വായിക്കണം എന്നുള്ള കാര്യം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇനി ഇപ്പോഴേ ഞാൻ എന്തിനാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്? കാരണം കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പറയും കോളേജ് ലൈഫ് ഇസ് ഫോർ എൻജോയിങ് ലൈഫ്. നമ്മൾ കേൾക്കും നമ്മുടെ കോളേജ് ഭയങ്കര വൈബ് ആയിട്ടുള്ളൊരു കോളേജ് ആയിരിക്കും, ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കാണും. നിങ്ങളൊരു 4-5 മണി വരെയൊക്കെ നിങ്ങൾ കുറേ അവിടുത്തെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാനായിട്ടുണ്ടാവും, വേറെ കുറേ അവിടുത്തെ അസൈൻമെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ ഇടയ്ക്ക് ഈ ക്ലാസ്സോ ഇപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പോലും നിങ്ങൾ കേൾക്കുന്നത് എന്തിനാ ഇപ്പോഴേ ഇതൊക്കെ തുടങ്ങുന്നത്, പിന്നെ തുടങ്ങിയാൽ പോരെ എന്നുള്ളതായിരിക്കും നിങ്ങൾ വരുന്നൊരു ക്വസ്റ്റ്യൻ. ഇത്രയും നേരത്തെ എന്തിനാ തുടങ്ങുന്നത്, എന്തിനാ വൈ സ്റ്റാർട്ട് നൗ? അതിനുള്ളൊരു കാര്യം
ഒരു നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഒരു 1 month ഇൻ ടു പ്രിപ്പറേഷൻ, ഓക്കെ, നമ്മൾ ഈ പഠിക്കാനായിട്ട് UPSC ഫോക്കസ്ഡ് കോളേജൊക്കെ കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് GSന്റെ ക്ലാസ്സസ് ഉണ്ടാവും. അതായത് ജനറൽ സ്റ്റഡീസിന്റെ PCM കോഴ്സ്, അതായത് നിങ്ങൾക്ക് പഠിപ്പിക്കാനുള്ള റെഗുലർ ക്ലാസ് ഉണ്ടാവും. അതിന്റെ കൂടെ നിങ്ങൾക്ക് ഓപ്ഷണൽ ക്ലാസ്സസ്, വാട്ട് എവർ ഓപ്ഷണൽ ദാറ്റ് യു ആർ ചൂസിങ്, അതിന്റെ ഒരു ക്ലാസ് ഉണ്ടാവും. ഇതിന്റെ കൂടെ NCERTs പഠിക്കണം. NCERTs പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അതിന്റെ തന്നെ ടെസ്റ്റ് എന്തെങ്കിലും വരും. പിന്നെ ഇതിന്റെ കൂടെ തന്നെ PTS തുടങ്ങും. ഇങ്ങനെ യു വിൽ ബി സറൗണ്ടഡ് ബൈ ലോട്ട് ഓഫ് തിങ്സ് ദാറ്റ് യു ഹാവ് ടു ഡു. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഞാൻ ഉൾപ്പെടെ ആദ്യം പേപ്പർ വായിച്ച് തുടങ്ങുമ്പോഴത്തേക്കും ഒരു 3-4 മണിക്കൂറൊക്കെ എടുക്കും. ചില ദിവസം ഫുൾ ഡേ ഒക്കെ എടുത്തിട്ടുണ്ട് ആദ്യമൊക്കെ. അപ്പൊ അത്രയും ടൈം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ന്യൂസും വായിച്ച് വലിയ കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യും. പക്ഷേ ഈ കാര്യങ്ങൾ നമ്മൾ കണ്ടു, 20 ക്വസ്റ്റ്യൻസ് ഇൻ GS ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. പക്ഷേ അവിടെ 80 ക്വസ്റ്റ്യൻസ് ആർ കമ്മിങ് ഫ്രം ദ സ്റ്റാറ്റിക് തിങ്സ് വിച്ച് യു വിൽ ലേൺ ഫ്രം ദീസ് GS ആൻഡ് NCERT തിങ്സ്. അപ്പൊ അതിനും ഈക്വൽ ആയിട്ടുള്ള വെയിറ്റേജ് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം. കറണ്ട് അഫയേഴ്സ് ഓഫ് കോഴ്സ് വിൽ ബി കവറിങ്, പക്ഷേ അതിന്റെ കൂടെ തന്നെ GS പ്രിപ്പയർ ചെയ്യുക. പക്ഷെ നിങ്ങൾ കറണ്ട് അഫയേഴ്സിൽ തന്നെ സമയം കളയുമ്പോൾ നിങ്ങൾ അതെല്ലാം ഇതാവും. ഒരു 2 weeks ലേറ്റർ ആകുമ്പോഴത്തേക്കും എല്ലാവരും കരയും, ഒന്നും തീരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ഇത് പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, എല്ലാവരുടെ UPSC ജേർണലിലും വരുന്നൊരു സംഭവമാണ്. ഞാൻ കരഞ്ഞിട്ടുണ്ട്, എന്റെ ഫ്രണ്ട്സും കരഞ്ഞിട്ടുണ്ട്, ഒന്നും തീരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ബേസിക്കലി ഏർലി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ കുറച്ച് ഉദ്ദേശം എന്ന് പറയുന്നത്, വി ഹാവ് ടു മാസ്റ്റർ ദ സ്കിൽ ഓഫ് വാട്ട് കവറിംഗ് ദ ന്യൂസ് പേപ്പർ എഫിഷ്യന്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി. എന്ന് പറയുന്നത് എഫിഷ്യന്റ്ലി എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഇസ് റിലേറ്റഡ് ടു ടൈം. ഞാൻ ഈ പറഞ്ഞതുപോലെ 3-4 മണിക്കൂർ നമുക്ക് ഇതിൽ കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതർ ജോബ്സ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഭയങ്കര ടയറിംഗ് ആയിരിക്കും ഓരോ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും. അത്രയും എഫേർട്ട് ഇതിനകത്ത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ ടൈം നമുക്ക് എങ്ങനെ കുറയ്ക്കാം, ഒരു 1-1.5 മണിക്കൂറിൽ എങ്ങനെ ഇതൊക്കെ മൊത്തത്തിൽ കറണ്ട് അഫയേഴ്സ് ഹോളിസ്റ്റിക്കലി പ്രിപ്പയർ ചെയ്യാം എന്നുള്ളൊരു സ്കില്ല് നമുക്ക് ഇപ്പോഴേ പയ്യെ ഡെവലപ്പ് ചെയ്യണം. ഒറ്റ ഒരു രാത്രിയിൽ അല്ലെങ്കിൽ ഒരാഴ്ചകളിൽ ഇത് വരില്ല. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ് ആണ് നമുക്ക് ഇതിനകത്ത് വേണ്ടത്. അതുപോലെ എഫക്റ്റീവ്ലി, എന്തുകൊണ്ട് എഫക്റ്റീവ്ലി, നമ്മൾ വെറുതെ ഒരു ന്യൂസ് വായിച്ചു പോയാൽ പോലെ, അതിനകത്ത് നമുക്ക് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം, എന്താ വായിക്കുന്നത് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റണം. അതുകൊണ്ട് എഫക്റ്റീവ് ആയിട്ടുള്ള റീഡിംഗ് ആണ് വേണ്ടത്. അതുപോലെ തന്നെ ഒരു ന്യൂസ് പേപ്പറിനകത്ത് എല്ലാ ആർട്ടിക്കിൾസ് നമുക്ക് വേണ്ട, അതിൽ എന്ത് പിക്ക് ചെയ്യണം, എന്ത് അവോയ്ഡ് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ മാസ്റ്റർ ചെയ്യേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ മെയിൻസ് വരുമ്പോഴത്തേക്കും നമുക്ക് മെയിൻസിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു ഇഷ്യൂ ബേസ്ഡ് ആയിട്ടായിരിക്കും അവർ ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇഷ്യൂ ബേസ്ഡ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വിൽ ബി ഏബിൾ ടു ആൻസർ വെരി എഫക്റ്റീവ്ലി. സോ അപ്പൊ അതിന് നമ്മൾ ഇഷ്യൂ ബേസ്ഡ് പ്രിപ്പറേഷൻ നമ്മൾ ന്യൂസ് പേപ്പർ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ കൃത്യമായിട്ട് വായിച്ചു വന്നാൽ യു വിൽ ഹാവ് എൻ ഒപ്പീനിയൻ ആൻഡ് ഐഡിയ ഓഫ് ഓൾ ദി മേജർ തിങ്സ്, ഓൾ ദി ഇഷ്യൂസ് ദാറ്റ് ആർ ഹാപ്പനിങ്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതെല്ലാം ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഓവറോൾ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഉണ്ട്. നമ്മൾ ഒരാളടുത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് ചുറ്റിലും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ എത്ര കോൺഫിഡൻസോടെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ അവർ സംസാരിക്കുമ്പോഴത്തേക്കും ഇയാൾ എന്താണ് പറയുന്നത്, നമ്മളൊന്ന് ഒതുങ്ങിയൊക്കെ പോകും. അപ്പൊ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ന്യൂസ് പേപ്പർ റെഗുലർലി ഫോളോ ചെയ്യുന്ന സമയത്ത് ഇപ്പോഴേ തുടങ്ങുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. സോ ഈ ഒരു ഹോൾ തിങ്, വാട്ട് എവർ ഇറ്റ് ഇസ്, ദ റീഡിംഗ് ന്യൂസ് പേപ്പർ ഓർ നമ്മുടെ ക്ലാസ് ആവട്ടെ, ഇറ്റ് ഈസ് പ്രൈമറിലി ടു ഡെവലപ്പ് എ ഹാബിറ്റ് ഓഫ് റീഡിംഗ് ന്യൂസ് പേപ്പർ. ഓക്കെ, അതാണ് നമ്മൾ ഹോൾ തിങ് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അവസാനം ഇങ്ങനെ കരഞ്ഞിരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ സംഭവം. ഓക്കെ, അപ്പൊ നമ്മൾ എന്തുകൊണ്ട് വായിക്കണമെന്ന് കണ്ടു, എന്തുകൊണ്ട് ഇപ്പൊ തന്നെ വായിച്ചു തുടങ്ങുന്നതും കണ്ടു. ഇനി എന്ത് പേപ്പർ വായിക്കും? നമ്മൾ മനോരമ, മാതൃഭൂമി തുടങ്ങിയ മലയാള പത്രങ്ങൾ കുറെ വീട്ടിൽ വരുത്തുന്നുണ്ടാവും, അച്ഛനും അമ്മയൊക്കെ വായിക്കുന്നുണ്ടാവും, നിങ്ങളും ചിലപ്പോൾ സ്പോർട്സ് പേജ് ഒക്കെ എടുത്തു നോക്കുന്നുണ്ടാവും. അത് മതിയോ? പോരാ. ബിക്കോസ് അത് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് റീജിയണൽ ആയിട്ടുള്ള കേരള സ്പെസിഫിക് ന്യൂസ് ആണ്. നാഷണൽ ന്യൂസ് കവർ ചെയ്യും, പക്ഷെ അത്ര ഇതുണ്ടാവില്ല. UPSC ഒരു നാഷണൽ നടക്കുന്ന എക്സാമിനേഷൻ ആയതുകൊണ്ട് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഫോളോ ചെയ്യുന്ന 2 ന്യൂസ് ഉണ്ട്. അത് ദ ഹിന്ദു ആൻഡ് ഇന്ത്യൻ എക്സ്പ്രസ് ആണ്. അപ്പൊ ഈ 2 മേജർലി നമ്മൾ UPSC ആസ്പിറൻസ് ഫോളോ ചെയ്യുന്നത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം നിങ്ങൾ ഫോളോ ചെയ്യുക, 2ഉം ഫോളോ ചെയ്യാൻ നിൽക്കരുത്. ബിക്കോസ് ഇറ്റ് ഈസ് വെരി ടൈം കൺസ്യൂമിങ് ആൻഡ് ടയറിംഗ് ആൻഡ് ഇറ്റ് നോട്ട് അറ്റ് ഓൾ റിക്വയർസ് ദാറ്റ്. ബിക്കോസ് ഇതിന് വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് നിങ്ങൾ എത്തിച്ചു തരുന്നതായിരിക്കും. അതിനെക്കുറിച്ച് നിങ്ങൾ വറി ചെയ്യേ വേണ്ട. ദാറ്റ് വിൽ ഡിസ്കസ് ടുവേർഡ്സ് ദി എൻഡ്. പക്ഷേ ചൂസ് വൺ, വാട്ട് എവർ യു ലൈക്ക്, ആൻഡ് ആ പേപ്പറിനെ റെഗുലർലി വായിക്കുക. ഒരു മാസം ഹിന്ദു വായിച്ചാൽ അടുത്തൊരു മാസം ഇന്ത്യൻ എക്സ്പ്രസ്, ആ രീതിക്ക് പോരുത്. ഫസ്റ്റ് ഓഫ് ഓൾ യു ക്യാൻ ട്രൈ. ഓക്കെ, ഹിന്ദു എടുത്ത് വായിച്ചിട്ട് ശരിയായാലും എനിക്ക് ഇന്ത്യൻ എക്സ്പ്രസോ ഓർ വൈസ് വെർസ എങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. പക്ഷേ സ്റ്റിക്ക് ടു വൺ ന്യൂസ് പേപ്പർ. ദാറ്റ് ഇസ് ഓൾ ദാറ്റ് വി വിൽ അഡ്വൈസ് യു. അപ്പോൾ നമുക്ക് പേപ്പറും എടുത്തു, ഇനി എന്ത് വായിക്കും? ആ പേപ്പറിൽ ഒരു 24, 25 അല്ലെങ്കിൽ 30 പേജോളം ഉണ്ട്. എന്റെ കോളേജൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുമ്പോഴത്തേക്ക് ഈ പേപ്പർ തുറന്നിരുന്നു കഴിഞ്ഞാൽ ഒരു 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് കിടന്ന് ഉറങ്ങും. അപ്പോ നമുക്ക് എന്താണ് വായിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു നോളജ് വേണം. അതിന് ആക്ച്വലി ഐ വിൽ സേ 2 തിങ്സ്. 2 ഉണ്ട്.
ഇൻട്രസ്റ്റ് ബേസ്ഡ് ആയിട്ട് നമുക്ക് ലീഡ് ചെയ്യാം. അതെന്താ, ഇപ്പൊ നിങ്ങൾക്ക് സ്പോർട്സ് ബോയ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് സ്പോർട്സിലൊക്കെ താല്പര്യമുള്ള ആൾക്കാരായിരുന്നു കേട്ടോ. ഒന്ന് തുറക്കുമ്പോൾ തന്നെ ആദ്യം ഒരു സ്പോർട്സ് പേജ് എടുക്കുക, ക്രിക്കറ്റിൽ ആരൊക്കെ സ്കോർ ചെയ്തു, എത്ര സ്കോർ ചെയ്തു, ഇന്നിപ്പോ നമ്മൾ ടെസ്റ്റ് ജയിച്ചിരിക്കുന്നു, അതിനെക്കുറിച്ച് ഒരു വലിയ ആർട്ടിക്കിൾ നമുക്ക് ഇന്ന് നാളെ വരുന്നതായിരിക്കും. അപ്പൊ അതൊക്കെ നമ്മൾ എങ്ങനെ ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടെസ്റ്റ് എനിക്ക് ഇമ്പോർട്ടൻസ് ആണ്, ഞാനതൊക്കെ വായിക്കാറുണ്ട്. പക്ഷെ നമ്മൾ ആ ഒരു ഇൻട്രസ്റ്റ് ബേസ് നമുക്ക് റീഡ് ചെയ്യാം, ഡെഫിനറ്റ്ലി റീഡ് ചെയ്യാം. അതല്ലാതെ UPSC റെലവെന്റ് ആയിട്ടുള്ള ഇഷ്യൂസ് അതിന് ആർട്ടിക്കിൾസ് ബേസ് ചെയ്താണ് നമ്മൾക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഈ UPSC റെലവെന്റ് ആയിട്ടുള്ള സംഭവം നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? രണ്ട് കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന്, സിലബസ് ഓഫ് UPSC CSE. അത് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന സാധനമേ ഉള്ളൂ. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് UPSC നോട്ടിഫിക്കേഷൻ തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ അത് വായിച്ചു കഴിഞ്ഞാൽ ഓക്കെ, യു വിൽ റീഡ്, വായിക്കണം കേട്ടോ, വായിക്കേണ്ടെന്നല്ല, നിങ്ങൾ വായിക്കും, 2 ദിവസം കഴിഞ്ഞ് അത് മറക്കും. ഞങ്ങളും മറന്നിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി സിലബസ് വായിക്കുക എന്നുള്ളതല്ല, സിലബസിലുള്ള ഓരോ കാര്യങ്ങളും ഇന്റേണലൈസ് ചെയ്യുക. അതെങ്ങനെ വരും? നമ്മളത് വീണ്ടും വീണ്ടും കാണുമ്പോൾ അതിന് അങ്ങനെ ആ ഒരു സിലബസ് നമുക്കൊരു ഇന്റേണലൈസ് ചെയ്യുമ്പോൾ, ബൈ ഹാർട്ട് ചെയ്യുമ്പോഴാണ് അതെങ്ങനെ നമുക്ക് മനഃപ്പാഠമായിട്ട് നിൽക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ടു പിക്ക് ദി ആർട്ടിക്കിൾസ്. അതുപോലെ തന്നെയാണ് നമുക്ക് ആക്ച്വലി ഈ എക്സാമിന്റെ ഒരു പാറ്റേൺ നമുക്കറിയണം. എക്സാമിൽ എന്ത് തരം ചോദ്യങ്ങളാണ് വരുന്നത്. ഇപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നേരത്തെ കണ്ടു, അത് എന്ത് ടൈപ്പ് ചോദ്യമാണ് വരുന്നത്, അതിന്റെ തന്നെ ഇപ്പോഴത്തെ റീസെന്റ് ട്രെൻഡ് എന്താണ്. ആ ട്രെൻഡ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ ഏരിയാസ് എന്നാണ് ചോദിക്കുന്നത്. ന്യൂസിൽ കാണുന്ന കുറച്ച് പ്ലേസസ് ഇൻ ന്യൂസ് ആണോ ചോദിക്കുന്നത്, സ്പീഷീസ് ചോദിക്കുന്നു, അതിൽ തന്നെ എന്ത് തരം ഡേറ്റയാണ് അവർ ചോദിക്കുന്നത്, ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ബേസിക്കലി നമുക്കൊരു എക്സ്പീരിയൻസ് വേണം, സീയിങ് ദ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ദാറ്റ് വിൽ ഗീവ് us an ഐഡിയ ഓഫ് എന്താണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളത്. പക്ഷെ ഇപ്പൊ തൽക്കാലം ഈ ഒരു നോളജ് നമുക്ക് ഉണ്ടാവണമെന്നില്ല. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഇത് പറയാൻ തന്നെ ഉദ്ദേശം തന്നെ നമുക്ക് ആർട്ടിക്കിൾ പിക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, റൈറ്റ് ആർട്ടിക്കിൾസ് പിക്ക് ചെയ്ത് സ്മാർട്ട് ആയിട്ട് നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുക. സോ ദാറ്റ് വിൽ ബി ഏബിൾ ടു ഡു ഇറ്റ് ഇൻ എ എഫിഷ്യന്റ് ആൻഡ് ടൈം സേവിംഗ് മാനർ. അതാണ് സംഭവം. അപ്പൊ ഇനി എന്താണ്, എങ്ങനെ വായിക്കാം, വാട്ട് ടു റീഡ് എന്നുള്ള സാധനത്തിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ഞാൻ തരാം. ഫസ്റ്റ് ഓഫ് ഓൾ, 2 പേപ്പർ, നിങ്ങൾ ഹിന്ദു ആവട്ടെ ഇന്ത്യൻ എക്സ്പ്രസ് ആവട്ടെ, എന്തെടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിന്റെ ഫ്രണ്ട് പേജ് ഡെഫിനറ്റ്ലി വായിച്ചിരിക്കണം. വാട്ട് എവർ ബി ദ ന്യൂസ്, ബിക്കോസ് വി ഡോണ്ട് നോ വാട്ട് വിൽ കം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ആയിരിക്കും ഇതിനകത്ത് വരുന്നത്. ഐ എം നോട്ട് ഗോയിങ് ടു റീഡ് ദ ഹോൾ സ്റ്റഫ്. ഓക്കെ, ഇതിനകത്ത് എന്തൊക്കെയാണോ ഫസ്റ്റ് പേജിൽ വരുന്നത് ജസ്റ്റ് അത് നോക്കുക, ഇൻക്ലൂഡിങ് ഈ ഓരോ സാധനങ്ങളും. ഇത് ഇമ്പോർട്ടന്റ് ആണോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ വായിച്ചതിന് ശേഷം ഡിസൈഡ് ചെയ്യും. ദാറ്റ് ഹാബിറ്റ് വി വിൽ ഡെവലപ്പ്, ദാറ്റ് സ്കിൽ വി വിൽ ഡെവലപ്പ്. പക്ഷേ ഫസ്റ്റ് പേജിൽ വരുന്നതെല്ലാം നമ്മൾ ഉറപ്പായിട്ടും വായിക്കുക. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞ് നമുക്ക് ഫോക്കസ് കൊടുക്കേണ്ട ഒരു ഏരിയ ആണ് എഡിറ്റോറിയൽ. എഡിറ്റോറിയൽ എന്ന് പറയുമ്പോൾ തന്നെ ദ ഹിന്ദുവിൽ ലെഫ്റ്റ് സൈഡ് കോളത്തിൽ അത് വരും. അതുപോലെ തന്നെയാണ് ഇന്ത്യൻ എക്സ്പ്രസിൽ ലെഫ്റ്റ് സൈഡിൽ. ഇത് നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മുടെ CSAT-ന്റെ ആ ഒരു ഇത് കാണുന്ന സമയത്ത്, നമ്മുടെ സിലബസ് കാണുന്ന സമയത്ത് അതിനകത്ത് കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആ കോംപ്രിഹെൻഷൻ എഫക്റ്റീവ്ലി വായിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പീഡായിട്ട് ഒരു സംഭവം വായിച്ച് അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു സ്കില്ല് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം, ഡെവലപ്പ് ചെയ്തെടുക്കണം. അത് ഈ ആർട്ടിക്കിൾസ് ഒക്കെ വായിക്കുന്ന സമയത്ത് ചിലപ്പോൾ ചില വേർഡ്സ് ഒന്നും മനസ്സിലാവില്ല. അത് നമ്മൾ വൊക്കാബുലറി ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് തന്നെ വേണം. പക്ഷേ അത് ഇങ്ങനത്തെ ചില ഇതൊക്കെ നമുക്ക് UPSC-യിൽ ചോദിക്കും കോംപ്രിഹെൻഷൻ ആയിട്ട്. അപ്പൊ അത് നമ്മൾ വെറുതെ ഒരു ദിവസം കാണുമ്പോഴത്തേക്ക് നമുക്ക് വരണമെന്നില്ല. അപ്പൊ ന്യൂസ് പേപ്പർ റീഡിംഗ് വിൽ ഹെൽപ്പ് യു ടു ഡു ദ CSAT കോംപ്രിഹെൻഷൻ. അതായത് ആ ഒരു സംഭവത്തിനെ മനസ്സിലാക്കാൻ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും ഒരു പാരഗ്രാഫിന്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ എഡിറ്റോറിയൽസിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇഷ്യൂസിൽ അതിന്റെ ഒരു ഒപ്പീനിയൻ, ആ ഒരു ന്യൂസ് പേപ്പർ എഡിറ്ററിന്റെ ഒപ്പീനിയൻ ആയിരിക്കും അതിനകത്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് എഡിറ്റോറിയൽ എന്ന് വിളിക്കുന്നത്. ഹിന്ദു യൂഷ്വലി ഒരു എന്താ പറയാ, ഒരു ക്രിറ്റിസിസം രീതിയിലാണ് അത് പറയുന്നത്. പക്ഷെ ഇന്ത്യൻ എക്സ്പ്രസ് ക്യാൻ ബി ലൈക്ക് ഓഫ് എ ബാലൻസ്ഡ്, സംടൈംസ് ക്രിറ്റിസിസം ഓൾസോ. ഓക്കെ, നമുക്ക് ഇതിനകത്ത് വേണ്ടത് ഒരു ബയസ്ഡ് അല്ലാത്ത ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയനാണ് നമുക്ക് വേണ്ടത്. അപ്പൊ 2 തരം രീതിയിൽ നമ്മൾ വായിക്കണം. ഡോണ്ട് തിങ്ക് അബൌട്ട് ദാറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പർ ഫോളോ ചെയ്യുക, ദ റെസ്റ്റ് ഓഫ് ദ തിങ്സ് വിൽ ഗെറ്റ് യു കവേർഡ്. അപ്പൊ ഇതിനകത്ത് ഒരു ഡെവലപ്പിംഗ് എ പെർസ്പെക്ടീവ് ആൻഡ് ആസ് വെൽ ആസ് യു വിൽ ഹാവ് എ ഹോളിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് എൻ ഇഷ്യൂ. ഫോർ എക്സാമ്പിൾ, ജസ്റ്റ് ചുമ്മാ ഒന്ന് കാണിക്കുക. ഇപ്പൊ ഇതിനകത്ത് US നമുക്ക് ഇന്ത്യയിൽ കുറച്ച് താരിഫ്സ് ഒക്കെ റേസ് ചെയ്തു എന്നുള്ള സംഭവമൊക്കെ നമുക്കറിയാം. അപ്പൊ അതിലൊരു ഹോൾ ഇഷ്യൂവിനെ സമ്മപ്പ് ചെയ്തിട്ട് അത് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഒരു ചെറിയൊരു രീതിയിൽ അവർ സമ്മപ്പ് ചെയ്തിട്ട് അവർ പറയും. അപ്പൊ നമുക്കൊരു ഹോളിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിംഗ് നമുക്ക് കിട്ടാൻ സഹായിക്കും. അതുപോലെ തന്നെ അടുത്തത്, ഇന്ത്യൻ എക്സ്പ്രസ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ആർട്ടിക്കിൾ, ഒരു സെക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഹിന്ദു ആണെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ആൻഡ് കണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ ഉണ്ട്. ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി പേപ്പർ ആയിരിക്കും മോസ്റ്റ്ലി അത് വരുന്നത്. അപ്പൊ ഇതിനകത്ത് ആ ഒരു വീക്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ആ ഒരു ഇഷ്യൂസിനെ ബേസ് ചെയ്ത് അതിന് എക്സ്പ്ലെയിൻ ചെയ്ത് അവർ പറയും. 2 രീതിയിൽ, 2 ന്യൂസ് പേപ്പർ നല്ല രീതിയിൽ ആർട്ടിക്കിൾസ് പറയുന്നുണ്ട്. അപ്പോൾ വാട്ട് എവർ ആർട്ടിക്കിൾസ് ദാറ്റ് യു സീ ഇൻ ദാറ്റ് സെക്ഷൻ, ഒന്ന് അത് ഒട്ടും റെലവെന്റ് അല്ലാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വേണ്ട. പക്ഷേ മോസ്റ്റ്ലി ദേ ആർ സംതിങ് കൈൻഡ് ഓഫ് റെലവെന്റ് ടു ദ UPSC സിവിൽ സർവീസസ്. അപ്പൊ ഈ ഒരു സംഭവം വി ഷുഡ് ബി കവറിംഗ്.
അതുപോലെ തന്നെ ബെസ്റ്റ് പ്രാക്ടീസസ് ഓർ കേസ് സ്റ്റഡീസ്. അതായത് നമുക്കിപ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് നമ്മുടെ റീജിയൻ ന്യൂസ് സ്കിപ്പ് ചെയ്യുക, സിറ്റി ആ സംഭവങ്ങളൊക്കെ മൊത്തത്തിൽ സ്കിപ്പ് ചെയ്യുക, അങ്ങനെയല്ല. അത് നമ്മൾ ചെറിയ ഫോക്കസ് അത്ര കൊടുക്കേണ്ട എന്ന് മാത്രമേ ഉള്ളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതേപോലെ ഇപ്പോൾ ഇത് നമ്മൾ നാഗ്പൂരിൽ ഉണ്ടായിട്ടുള്ള ഒരു ന്യൂസ് ആണ്. ഓക്കെ, ഇത് ഫസ്റ്റ് AI പവർഡ് അംഗൻവാടി എന്നല്ലെങ്കിൽ റൂറൽ ക്ലാസ് റൂം ബ്രിഡ്ജസ് ദ ഡിജിറ്റൽ ഗ്യാപ്പ് എന്നുള്ള സംഭവത്തിനകത്ത് വരുന്നു. നമുക്ക് മെയിൻസിനകത്ത് ഡെഫിനറ്റ്ലി ഇതേപോലെ എന്തെങ്കിലുമുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഒരു മെയിൻസ് ആൻസർ റൈറ്റിംഗ് നമ്മൾ എഴുതുന്ന സമയത്ത് നിങ്ങളൊന്ന് ഓർക്കുക, ഈ ഒരു പോയിന്റ് നിങ്ങൾ ഇങ്ങനെ കൊണ്ടുവരികയാണ്, ആ ഒരു ടെക്നോളജിക്കൽ ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യാന്നുള്ള രീതിക്ക് ഇതൊരു കേസ് സ്റ്റഡി ആയിട്ട് നിങ്ങൾ സൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആൻസറിന്റെ ലെവൽ വേറെ എവിടെയോ പോകും. അതുപോലെ തന്നെ ആ ഒരു നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സംഭവം ഒരു തോട്ട്, അതായത് ഇത് ഇതാണെന്നുള്ള രീതിക്ക് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. അതിന് നിങ്ങളൊരു എക്സാമ്പിൾ കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പലരും അത് എഴുതാൻ ശ്രമിക്കും കേട്ടോ. എല്ലാ സീരിയസ് ആയിട്ട് UPSC ആസ്പിറന്റും എഴുതാൻ ശ്രമിക്കും. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു യൂണീക്ക് ആയിട്ടുള്ള എക്സാമ്പിൾസ് കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു അര മാർക്ക് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കൂടും. ആൻഡ് അതിന്റെ ഇമ്പോർട്ടൻസ് യു വിൽ അണ്ടർസ്റ്റാൻഡ് വൈ ലേറ്റർ. ഒരു അര മാർക്ക് വെച്ച് ഓരോ ക്വസ്റ്റിനും കൂടുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് ഗോയിങ് ടു മേക്ക് എ വെരി ബിഗ് ഡിഫറൻസ്. സോ നോട്ടിംഗ് ഡൗൺ ദി ബെസ്റ്റ് പ്രാക്ടീസസ് ഓർ കേസ് സ്റ്റഡീസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ അതിന് കുറച്ച് റീജിയണൽ ന്യൂസ് ആയാലും ഇതിപ്പോൾ നമ്മുടെ ഒരു പ്രഗതി സിസ്റ്റം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെയാണ്. അതിന്റെ ഒരു കേസ് നടന്നപ്പോഴത്തേക്ക് അത് എത്രത്തോളം സക്സസ്ഫുൾ ആണ് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് വന്നു. അപ്പോൾ ദിസ് ക്യാൻ ബി സൈറ്റഡ് ആസ് എ കേസ് സ്റ്റഡി ഓഫ് എ സക്സസ്ഫുൾ പ്രോജക്ട് ഇൻ ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഇങ്ങനത്തെ വരുന്ന കാര്യങ്ങൾ നമ്മൾ മോർ ഫോക്കസ് ചെയ്തെടുത്ത് നോട്ട് ചെയ്ത് വെക്കുക. ഇതുപോലെ തന്നെ നമുക്ക് സുപ്രീം കോർട്ട് അല്ലെങ്കിൽ ഹൈക്കോർട്ട്, ഇതിന്റെ രണ്ടിന് കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇവര് കൊടുക്കുന്ന എന്തെങ്കിലും ജഡ്ജ്മെന്റ്സോ റൂളിങ്സോ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മൾ ഡെഫിനറ്റ്ലി ആർട്ടിക്കിൾ വായിക്കുക. ഇത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് ഓരോ ആർട്ടിക്കിൾ ബേസ് ചെയ്തിരിക്കും. പക്ഷേ ഡെഫിനറ്റ്ലി യു ഷുഡ് ഗിവ് ഇറ്റ് എ റീഡ്. അതുപോലെ തന്നെ നമുക്ക് പാർലമെന്റ് പാസ് ചെയ്യുന്ന ബില്ല്, ആക്ട് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അത് വായിക്കണം. ഇത് പാർലമെന്റ് നമ്മുടെ ഒരു ജസ്റ്റിസ് വർമ്മ ഡൽഹി ഹൈക്കോർട്ടിലെ ജഡ്ജ് ആയിരുന്നു, അദ്ദേഹത്തിനെ റിമൂവ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോസസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെ കൺസൾട്ട് ചെയ്തിട്ടുള്ള ന്യൂസ് ആണ്. ജസ്റ്റ് ഫോർ റെഫറൻസ്. ഓക്കെ, ദിസ് ഇസ് നോട്ട് ഫ്രം ടുഡേസ് ഓർ യെസ്റ്റർഡേസ്. ഒരു 2-3 റെഫറൻസ് തരാൻ വേണ്ടി മാത്രം കുറച്ച് ആർട്ടിക്കിൾസ് പിക്ക് ഔട്ട് ചെയ്തിട്ടേക്കാണ്. അപ്പൊ ഇങ്ങനെ വരുന്നത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിന്റെ വേണമെന്ന് ഞാൻ പറയില്ല, ജസ്റ്റ് ബൈ പാസിംഗ് റെഫറൻസ് യു കൻ റീഡ്. പക്ഷെ പാർലമെന്റിന് ഗിവ് മോർ ഫോക്കസ്. അതുപോലെ തന്നെ എൻവയൺമെന്റ് ആൻഡ് സയൻസ് ആൻഡ് ടെക്, ഇത് UPSC പ്രിലിംസിൽ കൂടുതലും കറണ്ട് അഫയേഴ്സിൽ നിന്ന് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ എൻവയൺമെന്റ് റിലേറ്റഡോ അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സിൽ സയൻസ് ആൻഡ് ടെക് റിലേറ്റഡോ ആർട്ടിക്കിൾ വരികയാണെന്നുണ്ടെങ്കിൽ ഓൾവേസ് ഗിവ് ഇറ്റ് എ റീഡ്. അത് ഭയങ്കര ടെക്നിക്കൽ ആയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ വേണ്ട, അതിന്റെ ആവശ്യം വരത്തില്ല. പക്ഷേ സ്റ്റിൽ യു ഷുഡ് ഹാവ് എൻ ഐഡിയ ഓഫ് വാട്ട് ഓൾ ഡെവലപ്മെന്റ്സ് ദാറ്റ് ആർ ഹാപ്പനിങ് ഇൻ ദീസ് 2 ഏരിയാസ്. അതുപോലെ തന്നെ പ്ലേസസ് ഇൻ ന്യൂസ്, ഇത് കുറച്ച് ഒരു റീസെന്റ് ആയിട്ട് ഒരു 5-6 ഇയേഴ്സ് ആയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മാറി വരുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ നമ്മൾ റഷ്യ യുക്രൈൻ വാർ ഒക്കെ നമുക്ക് കാലങ്ങളായിട്ട് നമ്മൾ കാണുന്നതാണ്. ഇപ്പൊ റഷ്യ യുക്രൈൻ വാർ ഇങ്ങനെ ഒരു സംഭവം കാണുന്നു. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കാണുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രൈക്ക് ഇൻ സപ്പോറിസിയ റീജിയൻ. It can be a question like Zaporizhzhia region recently mentioned in news is in which country എന്നുള്ള രീതിക്ക് ചിലപ്പോൾ ചോദിക്കാം. ഇങ്ങനെ ചോദിച്ചിട്ടില്ല, പക്ഷെ ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും ഇങ്ങനെ വായിക്കുമ്പോൾ അതിന്റെ ഏതൊരു കൺട്രി ആണെങ്കിലും അതിന്റെ മാപ്പ് ഒന്ന് ജസ്റ്റ് നോക്കുക. യൂഷ്വലി ഹിന്ദുവോ ഇന്ത്യൻ എക്സ്പ്രസോ അവർ തന്നെ മാപ്പ് പ്രൊവൈഡ് ചെയ്യും. അത് ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സപ്പോറിസിയ ഓബ്ലാസ്റ്റ് എന്ന് പറയുന്നത് യുക്രൈനിലാണ് എന്നുള്ള സാധനം നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ഇത് മേ ബി നിങ്ങൾക്ക് ഇത് ഓർമ്മയുണ്ടാവാൻ മനസ്സിലാവുമായിരിക്കും. പക്ഷെ ചില ഏരിയാസ് ഒക്കെ നമ്മൾ കുറേ കണ്ടുവരുമ്പോഴത്തേക്കും നമ്മൾ മറക്കും. അപ്പൊ അത് റിപ്പീറ്റഡ്ലി കാണുമ്പോഴാണ് നമ്മളിത് ഓർത്തിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് സമ്മിങ് അപ്പ് വാട്ട് വി സെഡ്, ഒരു ന്യൂസ് പേപ്പറിനകത്ത് നമ്മൾ മോർ ഫോക്കസ് കൊടുക്കേണ്ടത് ഫ്രണ്ട് പേജിനെ, അതിന്റെ ഫ്രണ്ട് പേജ് ഡെഫിനറ്റ്ലി വായിക്കുക. എഡിറ്റോറിയൽസ് നമ്മൾ കൃത്യമായിട്ട് കവർ ചെയ്യുക. ഇന്ത്യൻ എക്സ്പ്രസ് ആണെങ്കിൽ എക്സ്പ്ലെയിൻഡ്, ഹിന്ദു ആണെങ്കിൽ കണ്ടക്സ്റ്റും വായിക്കുക. അതുപോലെ തന്നെ ബെസ്റ്റ് പ്രാക്ടീസസ് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ഇറ്റ് മേ നോട്ട് കം ഡയറക്ട്ലി ഇൻ ദി എക്സാമിനേഷൻ, ബട്ട് ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു എൻറിച്ച് യുവർ കണ്ടന്റ്. അതുപോലെ തന്നെ സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജ്മെന്റ്സ്, പാർലമെന്റ് പാസ് ചെയ്യുന്ന ആക്ട് നിയമങ്ങളൊക്കെ നമ്മൾ നോക്കുക. അതേപോലെ എൻവയൺമെന്റ് സയൻസിന്റെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഐ അഗെയിൻ സേ ബിക്കോസ് റീസെന്റ് ഒരുപാട് ക്വസ്റ്റൻസ് ഈ ഒരു കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. സോ വി ഷുഡ് നോട്ട് ഇറ്റ്. അതുപോലെ തന്നെ പ്ലേസസ് ഇൻ ന്യൂസ്. ഇനി എന്തൊക്കെ കാര്യങ്ങൾ ലെസ് ഫോക്കസ് കൊടുക്കുക എന്നുള്ള കാര്യങ്ങളാണ്. പ്യൂർലി പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ്സിനെ നമുക്ക് ആവശ്യമില്ല. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഈ ഒപ്പോസിഷൻ ലീഡർ ഇത് ഇങ്ങനെ പറഞ്ഞു എന്ന് നമ്മുടെ സ്റ്റേറ്റ് ആയാലും നാഷണൽ ആയാലും അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടല്ല. അത് നിങ്ങൾ ജസ്റ്റ് കുറച്ച് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. യു വിൽ ബി ഏബിൾ ടു സെഗ്രിഗേറ്റ് യുവർ സെൽഫ്, എന്താണ് പ്യൂർലി പൊളിറ്റിക്കൽ എന്നും എന്താണ് അതിന് കുറച്ച് സബ്സ്റ്റൻസ് ഉള്ളത് എന്ന്. ട്രസ്റ്റ് മീ. ഓക്കെ. അതുപോലെ തന്നെ സിറ്റി, ലോക്കൽ ഓർ റീജിയണൽ ന്യൂസ്, അതിൽ എല്ലാം വേണ്ട, ഈ പറയുന്നത് തന്നെ ലെസ് ഫോക്കസ് ആണ് കേട്ടോ. വായിക്കേണ്ടെന്നല്ല, ലെസ് ഫോക്കസ് കൊടുക്കുക. ആവശ്യമില്ലാത്ത സമയത്ത് ഫുൾ ആർട്ടിക്കിളൊക്കെ ഒന്നും വായിക്കാതിരിക്കുക. അതുപോലെ തന്നെ ഈ ലോക്കൽ ക്രൈം റിലേറ്റഡ്, ആരെങ്കിലും സൂസൈഡ് ചെയ്തു, ആരെങ്കിലും ഇതാണ് വെട്ടിക്കൊന്നു, ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായി, ആ പറഞ്ഞ അല്ലെങ്കിൽ സമരത്തിൽ അടിപിടി ഉണ്ടായി, ഒന്നും വായിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഇമ്പോർട്ടന്റ് അല്ല. അതുപോലെ തന്നെ ഓപ്പൺ എഡിറ്റോറിയൽസ്, ഞാൻ നേരത്തെ പറഞ്ഞത് എഡിറ്റോറിയൽ ഓഫ് ദി ന്യൂസ് പേപ്പർ ആണ്. അതുപോലെ തന്നെ അതിന്റെ സൈഡിൽ ഓപ്പൺ എഡിറ്റോറിയൽസ് വരും. അത് എല്ലാം വായിക്കണമെന്നില്ല. വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേപ്പർ തീർക്കാനും പറ്റില്ല. ആ ഒരു 1.5 മണിക്കൂറിൽ വായിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാം വായിക്കണമെന്നുണ്ടെങ്കിൽ നടക്കില്ല. അപ്പം നമ്മളത് സ്മാർട്ട് ആയിട്ട് പിക്ക് ചെയ്യുക.
ഒരിക്കൽ ഒരു ഇഷ്യൂവിനെ ബേസ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ only read it again വേറൊരു ആർട്ടിക്കിൾ വരികയാണെങ്കിൽ ഇഫ് യു ഹാവ് ദ ടൈം, അതർവൈസ് ഡോണ്ട് റീഡ് ഇറ്റ്. ബിക്കോസ് അത്രയും ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് വളരെ 1-2 പോയിന്റ് അഡീഷണൽ പോയിന്റ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ സ്മാർട്ട് ആയിട്ട് വേണം നമ്മൾ ഓപ്പൺ എഡിറ്റോറിയൽസിനെ ചൂസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോയ്സിനൊക്കെ ഒരു ഹരമാണ് നമ്മൾ ഈ സ്പോർട്സ് ആർട്ടിക്കിൾസ് ഒക്കെ എടുത്ത് വായിക്കുക എന്നുള്ളത്. വായിക്കാം, നമ്മൾ ഹിന്ദുവിനകത്ത് സാറ്റർഡേയിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് സ്പോർട്സ് ആർട്ടിക്കിളൊക്കെ വരും, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വായിക്കാം. പക്ഷേ UPSCക്ക് അത് വളരെ ആവശ്യമായിട്ടുള്ള സംഭവമല്ല. ബിക്കോസ് ഐ ജസ്റ്റ് സേ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഭയങ്കര കുറവാണ്. കാരണം ലാസ്റ്റ് ഒരു 4-5 ഇയേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പോർട്സിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, പക്ഷേ അത് ഭയങ്കര കുറവാണ് കമ്പയർ ടു അതർ സെഗ്മെന്റ്സ്. അപ്പോൾ ഡേ ടു ഡേ നമുക്ക് ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് സ്പോർട്സിന്റെ കവറേജ് വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഐ ജസ്റ്റ് ഗിവ് യു എൻ എക്സാമ്പിൾ. ഇമ്പോർട്ടന്റ് ആയിട്ട് എന്തെങ്കിലും സ്പോർട്സിൽ ഹാപ്പൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഫ്രണ്ട് പേജിൽ തന്നെ ഇന്ത്യൻ എക്സ്പ്രസ് ആയാലും ഹിന്ദു ആയാലും അത് വരും. ഐ സെൽ യു 2025 ഈ വർഷം ചോദിച്ചിരുന്നു ഗുകേഷിനെ കുറിച്ച്. നമ്മുടെ ഗുകേഷ് ഹി വൺ ദി വേൾഡ് ചാമ്പ്യൻഷിപ്പ്, ചെസ് ചാമ്പ്യൻഷിപ്പിന്. അത് ആരിനെ എതിരെ ജയിച്ചാണ് വന്നതെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഡിഫറെന്റ് ആയിരുന്നു, പക്ഷേ അത് ഓൾവേസ് ഫ്രണ്ട് ആർട്ടിക്കിൾ, നിങ്ങൾ സ്പോർട്സ് പേജ് വായിക്കണമെന്നില്ല, ഫ്രണ്ട് പേജിൽ അത് കവേർഡ് ആണ്. അപ്പൊ അത് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് ആ ക്വസ്റ്റിനൊക്കെ ആൻസർ ചെയ്യാനുള്ള സംഭവം കിട്ടും. അപ്പോൾ ലൈക്ക് വൈസ് ഇപ്പോൾ റീസെന്റ് ദിവ്യ ദേശ്മുഖ്, പുള്ളിക്കാരി ഇസ് ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു വിൻ ദി ചെസ് വേൾഡ് കപ്പ്. സോ വുമൺ കാറ്റഗറിയിൽ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് ആർട്ടിക്കിൾ വിച്ച് കംസ് ഇൻ ദ ഫ്രണ്ട് പേജ്. ദാറ്റ് ഇസ് വൈ വി സ്ട്രെസ് ദാറ്റ് യു ഷുഡ് റീഡ് ദ ഫ്രണ്ട് പേജ്. അപ്പോൾ ഫ്രണ്ട് പേജിൽ വരുന്ന ആർട്ടിക്കിൾസ് മാത്രം വായിച്ചാൽ മതി, ഇല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കൊണ്ട് വായിക്കുക, അല്ലാതെ ഫുൾ ടൈം ഇതിനു വേണ്ടി കൊടുത്ത് സമയം കളയരുത്. അത്ര മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ നെവർ എവർ ഡു എന്ന് പറയുന്നത്, ഇത് ചെയ്യരുത് എന്ന് പറയുന്ന കുറച്ച് സാധനങ്ങളാണ്. ഒരു ആർട്ടിക്കിളിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത് റിസർച്ച് ചെയ്ത് നമ്മൾ ഓർക്കുക, ഈ ഒരു UPSC സിവിൽ സർവീസിൽ തന്നെ ഒരു ജനറലിസ്റ്റിക് എക്സാം ആണ്. ജനറലിസ്റ്റിനെയാണ് നമുക്ക് വേണ്ടത്, ഒന്നിന്റെ ഒരു സ്പെഷ്യൽ സംഭവം വേണ്ട. ഞാനിപ്പോൾ വെറുതെ തിരിച്ചു പോകുന്നില്ല. നിങ്ങൾ UPSC സിലബസിന്റെ ആ ഒരു ലാസ്റ്റ് ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കുറെ സബ്ജക്ട്സ് പറഞ്ഞിട്ട് ദാറ്റ് ഡസ് നോട്ട് റിക്വയർ സബ്ജക്ട് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒന്നിനെ കുറിച്ച് ആഴമായിട്ടുള്ള അറിവ് വേണമെന്നില്ല. എത്ര ആഴം വരെ പോകണം എന്നുള്ളത് നമുക്ക് PYQ ഒരു നോളജ് കിട്ടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ ഒരു ആർട്ടിക്കിളിൽ പർട്ടിക്കുലർലി കുറെ ടൈം സ്പെൻഡ് ചെയ്യരുത്. അതുപോലെ തന്നെയാണ് നമ്മൾ എല്ലാ ആർട്ടിക്കിളും ലൈൻ ബൈ ലൈൻ വായിക്കാൻ നിൽക്കരുത്. എന്നാൽ നിങ്ങൾ ന്യൂസ് പേപ്പർ ഇന്നോ നാളെയോ തീർക്കത്തില്ല, കുറേ ടൈം എടുക്കും. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ യൂസ്ഫുൾ ഓൾസോ. അതിനെക്കാട്ടിലും വലിയൊരു അപരാധമാണ് ഈ കാണുന്ന എല്ലാം വായിക്കുന്ന എല്ലാത്തിനും അതേപോലെ കോപ്പി ചെയ്തൊരു നോട്ട് ഉണ്ടാക്കുക. നിങ്ങൾക്കത് യൂസ് ആവില്ല. ബിക്കോസ് ഇത് ഇത്രയും നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ വീണ്ടും വായിക്കണ്ടേ, അതൊക്കെ വീണ്ടും വായിച്ചാലേ നമുക്ക് ഓർമ്മ വയ്ക്കാൻ പറ്റുള്ളൂ. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ഞാനിതൊക്കെ ആദ്യമായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് വായിച്ചിട്ടുണ്ട്, അതിനെല്ലാം ഒരു മൂലയിൽ ഇട്ടിട്ടുമുണ്ട്. സോ always do not copy everything that you see in the newspaper and make notes out of it. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദിസ് ഇസ് സംതിങ് ലൈക്ക് ഓഫ് എ ഹാബിറ്റ്. ഓക്കെ, നമുക്ക് നമ്മുടെ വീടുകളിലുള്ള ഇതും അല്ലെങ്കിൽ നമ്മൾ കേട്ടുപെടുന്ന കാര്യങ്ങളെ കുറിച്ച് ചില ആൾക്കാരെ അല്ലെങ്കിൽ ചില എന്താ പറയുക സിറ്റുവേഷൻസിനെ കുറിച്ചൊക്കെ നമുക്കൊരു ഒപ്പീനിയൻ ഉണ്ടാവും, ഒരു ബയസ്നെസ് ഉണ്ടാവും. പക്ഷേ ഫ്രം റൈറ്റ് നൗ, ഈ ഒരു ദിവസം മുതൽ August 4 മുതൽ നിങ്ങൾക്ക് എന്നാണോ ഈ സംഭവം പ്രിപ്പറേഷൻ ചെയ്തു തുടങ്ങുന്നത്, ട്രെയിൻ യുവർ സെൽഫ് ടു ബി ബാലൻസ്ഡ്. നിങ്ങൾക്കൊരു ബയസ്നെസ്സോ അല്ലെങ്കിൽ ഒരു പ്രീ കൺസീവ്ഡ് നോഷനോ പാടില്ല. ഏതൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാലും അതിന്റെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നമ്മൾ കാണാനായിട്ട് പഠിക്കണം. എല്ലാവർക്കും ഉടനെ വരണമെന്നില്ല, പക്ഷേ ഇറ്റ് ഈസ് വെരി ഡിസൈറബിൾ ക്വാളിറ്റി ഇൻ എവറി സിവിൽ സർവന്റ്. അപ്പോൾ ആ സാധനം നമ്മൾ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് നമ്മൾ തന്നെ ഫോഴ്സ്ഫുള്ളി ചെയ്യുക. ഓവർ എ പീരീഡ് ഓഫ് ടൈം യു വിൽ ഓൾസോ ബിക്കം നോൺ ബയസ്ഡ്. ഓക്കെ, അതുപോലെ തന്നെ ഇറഗുലർ ആയിട്ട് വായിക്കാൻ നിൽക്കരുത്. ഒരു ദിവസം വായിച്ചു, രണ്ടാമത്തെ ദിവസം വായിച്ചു, പിന്നെ 3-4-5 ദിവസങ്ങളൊന്നും വായിക്കാതെ പിന്നെ പെട്ടെന്ന് എടുത്ത് വായിക്കുമ്പോഴത്തേക്കും ഓക്കെ, നിങ്ങൾക്ക് സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു സൊല്യൂഷനൊക്കെ നമ്മൾ കൊണ്ടുവരാം. പക്ഷേ റെഗുലർ ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വായിക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കൺസിസ്റ്റന്റ് അല്ലാതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറെ ന്യൂസ് മിസ് ചെയ്യും. വി ഡോണ്ട് നോ, ചിലപ്പോൾ നിങ്ങൾ മിസ് ചെയ്യുന്ന ഒരു ദിവസത്തെ സംഭവമായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ ആക്ച്വലി എക്സാം എഴുതാൻ പോകുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. സോ ഓൾവേസ് ബി പങ്ക്ച്വൽ ആൻഡ് ഡിസിപ്ലിൻഡ് വൈ ഡൂയിങ് ദിസ്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിങ്ങൾ നോക്കിയിരുന്നപ്പോഴത്തേക്കും നിങ്ങൾ കുറച്ച് ചാർജ് ആയിരുന്നു. ഇപ്പൊ ഞാൻ ഇത്രയും നേരമായിട്ട് കടന്ന് പ്രസംഗിച്ചത് വെച്ചിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല ചാർജപ്പായിട്ട് നാളെ മുതൽ ഞാൻ അങ്ങ് തകർക്കും എന്നുള്ള സെറ്റപ്പിലായിരിക്കും ഇരിക്കുന്നത്. ഇത് നല്ലത് തന്നെയാണ്, അത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റക്ക് ആവും, ബാറ്ററി ചാർജ് ആവുന്ന നിൽക്കും. കാര്യം എന്താ, നിങ്ങൾ ഇന്ന് August 4 അല്ലെങ്കിൽ 5 മുതൽ നിങ്ങൾ വായിച്ചു തുടങ്ങുകയാണ്. നിങ്ങൾ വായിച്ചു തുടങ്ങുന്നതിന് മുന്നേ നടന്ന കുറേ ഡെവലപ്മെന്റ്സ് നേരത്തെ ഉണ്ട്. അതിന്റെ കണ്ടെക്സ്റ്റ് അറിയാതെ നിങ്ങൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എത്തും പിടിയും നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഒരു സാധനം അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ കണ്ടെക്സ്റ്റ് കൂടി അറിയാന്നുള്ളത്. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് എക്സ്പെക്റ്റഡ് ഓഫ് യു ടു നോ എവറിത്തിങ് റൈറ്റ് നൗ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സ്റ്റക്ക് ആവാനായിട്ടുള്ള ചാൻസസ് എല്ലാം തന്നെ ഇതിനകത്തുണ്ട്. ഇവിടെയാണ്
ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു സൊല്യൂഷൻ കൊണ്ടുവരുന്നത്. ദാറ്റ് ഇസ് വൈ വി ഡെഫിനറ്റ്ലി ഡിസൈൻഡ് എ ന്യൂസ് പേപ്പർ അനാലിസിസ് വീഡിയോ ഫോർ കോളേജ് സ്റ്റുഡൻസ്. ഇത് നമ്മുടെ PCM ബാച്ചിൽ പോലും ഇങ്ങനെ ഒരു സംഭവം കൊടുക്കുന്നില്ല, ബിക്കോസ് ദേ കൈൻഡ് ഓഫ് ലൈക്ക് നോ വാട്ട് ടു റീഡ് ആൻഡ് വാട്ട് നോട്ട് ടു റീഡ്. പക്ഷേ കോളേജ് സ്റ്റുഡൻസിന് അവരുടെ ലിമിറ്റഡ് ടൈമിൽ എങ്ങനെ ന്യൂസ് പേപ്പർ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം, അതിന് നമുക്ക് എത്രത്തോളം സഹായിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം തന്നെ കൊണ്ടുവരുന്നത്. ഇദ്ദേഹം നിങ്ങളെ എന്നും കാണാൻ വരുന്നതായിരിക്കും. മൺഡേ ടു സാറ്റർഡേ ആണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം വെച്ചിരിക്കുന്നത്, ന്യൂസ് പേപ്പർ അനാലിസിസ്. നിങ്ങൾ നിങ്ങളുടെ കോളേജിലെ പരിപാടിയും ആഘോഷങ്ങളും ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴത്തേക്കും ഈവനിങ്ങിലൂടെ നിങ്ങളുടെ പോർട്ടലിലോ അല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിലോ ഇത് അപ്ലോഡ് ചെയ്തിരിക്കും. സ്ട്രിക്ട്ലി അണ്ടർ 30 minutes. അതാണ് നമ്മുടെ ഇത്. നിങ്ങൾക്ക് ജസ്റ്റ് 30 minutes നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ദിവസത്തിന്റെ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു കവറേജ്. ജസ്റ്റ് ബി ഫ്രാങ്ക് വിത്ത് യു, നമുക്ക് എല്ലാ ആർട്ടിക്കിൾസും ഒരു ദിവസത്തിന്റെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, ബിക്കോസ് ദാറ്റ് വിൽ ടേക്ക് എ ലോട്ട് ഓഫ് ടൈം. ഒരു നല്ല രീതിയിൽ നമ്മൾ എഫക്റ്റീവ്ലി പേപ്പർ വായിച്ചാൽ പോലെ ഒരു 1.5 മണിക്കൂറെങ്കിലും വേണം. ആൻഡ് റിമെമ്പർ, വി ആർ ഗോയിങ് ടു എക്സ്പ്ലെയിൻ. ദിസ് ഇസ് കോൾഡ് ന്യൂസ് പേപ്പർ അനാലിസിസ് ആണ്. അപ്പോൾ വിൽ ബി എക്സ്പ്ലെയിനിങ് സ്റ്റഫ്, ഗിവിംഗ് യു ദ കൺടെക്സ്റ്റ് സോ ദാറ്റ് യു ആർ ഏബിൾ ടു കണക്ട്. നേരത്തെ നടന്ന കാര്യങ്ങളുമായിട്ട് കണക്ഷൻസ് ഉണ്ടാക്കി നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. സോ അപ്പൊ നമുക്ക് എല്ലാ ആർട്ടിക്കിൾസും തപ്പി എടുക്കാൻ പറ്റില്ല, പക്ഷേ I and my team assure you that all the important articles will be covered. Okay. അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ ഐലാൻഡ് ബീക്കൺ ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഫഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ഐലാൻഡ് IASന്റെ തന്നെ വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ഐലാൻഡ് ബീക്കൺ എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഡെയിലി ന്യൂസ് പേപ്പറിന്റെ ഹെഡ്ലൈൻസ്, അത് നിങ്ങൾ എന്ത് വായിക്കണം, അന്നത്തെ ന്യൂസ് പേപ്പറിൽ എന്താണ് വായിക്കേണ്ടത്, വാട്ട് ടു റീഡ് എന്നുള്ള കാര്യത്തിനെ അതിനെ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ന്യൂസ് പേപ്പർ അനാലിസിസ് വിൽ ബി കോംപ്ലിമെന്റിംഗ് ദാറ്റ് ഇൻ ദ സെൻസ് when you read the newspaper, this will be we will be explaining how to read it, how to approach that particular article. ഇതാണ് നമ്മൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ these things we will cover. I'll just show you something. ഇമ്പാക്ട് എന്ന് പറയുന്നത് മെയിൻസ് ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസിന് വേണ്ടിയിട്ടുള്ള ഒരു ഡെയിലി പ്രോഗ്രാം ആണ്. അതുപോലെ തന്നെ പ്രിലിംസ് പ്രാക്ടീസിന് വേണ്ടിയിട്ട് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ ചെയ്യുന്ന ചായ് പേ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഇതാണ് ജസ്റ്റ് ഒരു സാമ്പിൾ കേട്ടോ, ഇത് ജസ്റ്റ് ഷോ യു. നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഫോർമാറ്റ് ഇങ്ങനെയായിരിക്കും. നമ്മൾ എല്ലാ ദിവസവും കുറച്ച് ആർട്ടിക്കിൾസ്, ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് എടുക്കും. അതിൽ തന്നെ ഒരു 2-3 ലീഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. ഇത് 2 ദിവസം മുന്നത്തെ പേപ്പറിനെ ജസ്റ്റ് ചുമ്മാ നിങ്ങൾക്ക് ഒന്ന് കാണിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തതാണ്. അതിനകത്ത് ഇപ്പോൾ 3 ആർട്ടിക്കിൾസ് നമ്മൾ ലീഡ് ആയിട്ട് എടുക്കും. അതിനെ നമ്മൾ മാക്സിമം നല്ല രീതിക്ക് എക്സ്പ്ലെയിൻ ചെയ്യും. ബാക്കിയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് മാത്രമേ എടുക്കത്തുള്ളൂ കേട്ടോ. ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ലെസ് ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസിനെ നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻ മാത്രം പറഞ്ഞ് ഒരു പാസിംഗ് ബൈ റെഫറൻസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഇതുവഴി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കണ്ടെക്സ്റ്റ്, നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനത്തിനെ കുറിച്ചുള്ള നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് കിട്ടുകയും, പക്ഷെ ബാക്കിയുള്ള ന്യൂസ് എല്ലാം തന്നെ അതിന്റെ കൂടെ കവർ ചെയ്യുകയും, ഇതെല്ലാം ഒരു 30 minutesന് അണ്ടറിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. സോ ഇതിനകത്ത് ഡോണ്ട് വറി അബൌട്ട് ദിസ്. പക്ഷേ ബിക്കോസ് നമ്മൾ ഒരാളോ 2 ആളോ അല്ല, ഞങ്ങൾ ടീമിൽ 5 പേരുണ്ട്. 5 പേരും കൂടെ എല്ലാ ദിവസവും ദ ഹിന്ദു ആസ് വെൽ ആസ് ദ ഇന്ത്യൻ എക്സ്പ്രസ് 2 പേപ്പറും ടീമായിട്ട് നമ്മൾ വായിച്ചിട്ട് അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് പിക്ക് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ന്യൂസ് പേപ്പർ അനാലിസിസ് ഉണ്ടാവുക. അപ്പൊ രണ്ടിലും ചിലപ്പോൾ കോമൺ ആയിട്ട് ഒരു ആർട്ടിക്കിൾ ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിൽ ഏതാണോ ബെസ്റ്റ് അത് നമ്മൾ എടുക്കും. സോ യു വോണ്ട് ബി മിസ്സിംഗ് ഔട്ട് ഓൺ എനിത്തിങ്. സോ നമ്മൾ ടോപ്പിക്സ് അനലൈസിന് എടുക്കുന്നത് തന്നെ ഡീറ്റെയിൽ ആയിട്ട് എന്തെടുക്കാം, എന്ത് വേണ്ടത്. ഈ ടീമിലുള്ള ആൾക്കാരൊക്കെ തന്നെ ഈ ഒരു UPSC ജേർണിയിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. സോ വിൽ ബി പിക്കിംഗ് ഔട്ട് ദി ബെസ്റ്റ് ആൻഡ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഫോർ യു ഫ്രം both the newspapers and will be presenting it to you in the newspaper analysis, which will be, again I am saying, strictly under 30 minutes. ഇതിനകത്ത് ജസ്റ്റ് ഐ വിൽ ജസ്റ്റ് ഷോ യു സംതിങ്. ലൈക്ക് ഇതാണ് ബീക്കൺ എന്ന് പറയുന്നത്. ഈ പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ബീക്കൺ എന്ന് പറഞ്ഞിട്ട് എന്താണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വായിക്കേണ്ടത്, അതിനെക്കുറിച്ചുള്ള ഒരു ബുള്ളറ്റ് പോയിന്റ്സ്, ഏതൊക്കെ ആർട്ടിക്കിൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആണെന്നുള്ള കാര്യത്തിനെ കുറിച്ച് പറയും. അതുപോലെ തന്നെ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഐലാൻഡ് തന്നെ ഇമ്പാക്ട് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആണ്. മെയിൻസിന്റെ ഒരു ആൻസർ എങ്ങനെ എഴുതാം, ക്വസ്റ്റ്യൻ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് യു ക്യാൻ ട്രൈ യുവർ സെൽഫ്. അത് എങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുന്നത്, അതിനൊരു മോഡൽ ആൻസർ ഇതും തരുന്നതായിരിക്കും. അതുപോലെ ചായ് പേ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുറേ സാധനം വായിക്കുന്നു. അപ്പോൾ നമ്മൾ പ്രിലിംസിന് വേണ്ടിയിട്ട് കുറച്ച് പ്രാക്ടീസും കൂടെ ചെയ്താൽ മാത്രമേ ഈ നമ്മൾ ഗെയിൻ ചെയ്യുന്ന നോളജിനെ എങ്ങനെ അപ്ലൈ ചെയ്യാം, എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഒരു ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ചായ് പേ ക്വസ്റ്റ്യൻസ്. അത് ടെലിഗ്രാമിലായിരിക്കും ഒരു പോൾ രീതിയിലായിരിക്കും നമ്മൾ ആ സംഭവം വരുന്നത്. പക്ഷേ ഐ എം ജസ്റ്റ് സെൻഡിങ് ഈ ഒരു 2 സാധനവും നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ബിക്കോസ് ഫസ്റ്റ് ഓഫ് ഓൾ യുവർ GS ക്ലാസ്സസ് ഹാസ് ടു സ്റ്റാർട്ട്. ആ GSന്റെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും വിൽ സ്ലോലി ഇൻട്രൊഡ്യൂസ് ദിസ് സ്റ്റഫ്. റൈറ്റ് നൗ ഡോണ്ട് ബോദർ അബൌട്ട് ദീസ് 2 things. ഓക്കെ, ഈ ഇമ്പാക്റ്റും ചായ് പേ ക്വസ്റ്റ്യൻസും കറക്റ്റ് സമയത്തിന് നിങ്ങൾക്ക് എത്തിക്കുന്നതായിരിക്കും. ബീക്കൺ നിങ്ങൾക്ക് നാളെ മുതൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ്സിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും, പോർട്ടലിലും ഉണ്ടാവും. സോ യു ക്യാൻ ഫോളോ ദാറ്റ് റെഗുലർലി.
to read what in the newspaper, and by the end of the day, like by the end of the day means നിങ്ങൾ കോളേജ് കഴിഞ്ഞ് വരുന്ന സമയത്തിലേക്കും ഈ ന്യൂസ് പേപ്പർ അനാലിസിസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. ദാറ്റ് യു ക്യാൻ വാച്ച് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് എഫക്റ്റീവ്ലി. അപ്പോൾ നമ്മൾ ടുവേർഡ്സ് എൻഡ് വരികയാണ്. ഇങ്ങനെ ഇപ്പൊ ഇരിക്കുന്ന നിങ്ങൾ ഈ രീതിയിൽ ആകും എന്നുള്ളതാണ് ഞങ്ങളുടെ എക്സ്പെക്ടേഷൻ, ആൻഡ് ദാറ്റ് ഇസ് വാട്ട് വി ഓൾസോ വോണ്ട് ടു ബി. നിങ്ങൾ ന്യൂസ് പേപ്പർ വളരെ ഹാപ്പി ആയിട്ട് എൻജോയബിൾ ആയിട്ട് വായിക്കുക എന്നുള്ളതാണ്, ടുവേർഡ്സ് ദ സെയിം ടൈം എഫക്റ്റീവ് ആയിട്ട് വായിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. സോ ദിസ് ഹോൾ പ്രോഗ്രാം ഓഫ് ന്യൂസ് പേപ്പർ അനാലിസിസ് ഇസ് ടു ബ്രിങ് യു enhance your ability to read the newspaper and bring the understanding and clarity in whatever you are reading. അതാണ് നമ്മുടെ ഇവിടെ ഏറ്റവും ഫോക്കസ് ആയിട്ട് ചെയ്യുന്നത്. I'll stress something. This is not to supplement your newspaper reading. ഒരിക്കലും ന്യൂസ് പേപ്പർ വായിക്കേണ്ട, ഇത് മാത്രം കണ്ടാൽ മതി, നിങ്ങളുടെ ന്യൂസ് പേപ്പർ ഫുൾ കവേർഡ് ആണ് എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത്രയും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. ബിക്കോസ് അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊന്നും പറയണ്ട, ഞങ്ങളുടെ വീഡിയോ കണ്ടാൽ മതി, എല്ലാം സെറ്റാണ് എന്ന് പറഞ്ഞാൽ മതി. അതല്ല, നിങ്ങളുടെ ന്യൂസ് പേപ്പർ റീഡിംഗ് ഹാബിറ്റ് ഡെഫിനറ്റ്ലി വേണം. പക്ഷേ അതിന് എത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് വായിക്കാം, അതിലെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാം എന്നതിന് നിങ്ങൾക്ക് ഒരു കോംപ്ലിമെന്റ് ആയിട്ടാണ് ന്യൂസ് പേപ്പർ നിങ്ങളുടെ റീഡിങ്ങിനെ കോംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ദിസ് ഇസ് നോട്ട് എ ക്യാപ്സ്യൂൾ, ദിസ് ഇസ് നോട്ട് എ ഒരു എന്താ പറയാ, ഇത് ഒരു ഓൾട്ടർനേറ്റീവ് ടു ന്യൂസ് പേപ്പർ അല്ല. പക്ഷേ ദിസ് ഇസ് ടു ഹെൽപ്പ് യു ഡെവലപ്പ് എ കൾച്ചർ ഓഫ് റീഡിംഗ് ന്യൂസ് പേപ്പർ. അതാണ് നമ്മൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അതിന് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തു. ദാറ്റ് വിൽ മേക്ക് യു എ ബെറ്റർ പേഴ്സൺ. ആൻഡ് ഐ ഡോണ്ട് നോ ഇഫ് ഐ ക്യാൻ സേ ദിസ്, ബട്ട് ട്രസ്റ്റ് മീ, നിങ്ങളത് റിലീജിയസ്ലി ഒരു 1 month ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ യു യുവർ സെൽഫ് വിൽ നോട്ടീസ് എ ഡിഫറൻസ്. നിങ്ങളിൽ ഉണ്ടാവുന്ന മാറ്റം നിങ്ങൾ തന്നെ അറിയും. 1 മാസം റിലീജിയസ്ലി ഫോളോ ചെയ്താൽ മതി. നിങ്ങൾക്ക് കിട്ടുന്ന നോളജ് ആയാൽ പോലും നിങ്ങൾ ചിന്തിക്കുന്ന രീതി എല്ലാം തന്നെ ഇത് വളരെ എഫക്റ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ ഓറിയന്റേഷൻ സെഷൻ ഇതോടെ കംപ്ലീറ്റ് ചെയ്യാണ്. ഐ തിങ്ക് ഐ വാസ് കുറച്ച് ക്വിക്കർ. നമ്മൾ പറഞ്ഞ അത്രയും 1 hour ഒന്നും ഇതിലേക്ക് പോകാൻ എൻ്റെ ആവശ്യമൊന്നും വന്നില്ല. ഐ ഹോപ്പ് ദിസ് തിങ്സ് ആർ ക്ലിയർ വിത്ത് യു. ലൈക്ക് നമ്മൾ പറഞ്ഞതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സോ നാളെ മുതൽ നമ്മൾ ഉഷാറായിട്ട് ഓരോ ദിവസത്തെ ന്യൂസ് പേപ്പർ എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആക്കാൻ പറ്റുമോ അത്രയും ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ട് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നതായിരിക്കും. പ്ലീസ് ഫോളോ ഇറ്റ് റെഗുലർലി. ന്യൂസ് പേപ്പർ നിങ്ങൾ ഡെഫിനറ്റ്ലി വായിക്കുക. ഒരു പക്ഷേ നിങ്ങൾക്ക് വായിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും റെഗുലർലി ഈ വീഡിയോസ് കാണുക. വിൽ ഗെറ്റ് യു കവേർഡ് ഓഫ് ഓൾ ദി മേജർ ഇമ്പോർട്ടൻറ്റ് തിങ്സ്. ബട്ട് അഗെയിൻ ഐ എം സെയിങ്, ഇറ്റ് ഈസ് നോട്ട് എ സപ്ലിമെന്റ് ഫോർ യുവർ ന്യൂസ് പേപ്പർ. ന്യൂസ് പേപ്പർ വായിക്കേണ്ട, ഇത് കണ്ടാൽ മതി എന്നുള്ളതല്ല. ഇത് ഡെഫിനറ്റ്ലി കാണുക. ഒരു പക്ഷേ എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ല, നിങ്ങൾക്ക് വേറെ പരിപാടികളൊക്കെ കാണാം. ഇത് എഫക്റ്റീവ്ലി കണ്ടുപോയി കഴിഞ്ഞാൽ വി ഹോപ്പ് ദാറ്റ് യു ബെനിഫിറ്റ് ഫ്രം ദിസ്. സോ വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നാളെ മുതൽ നമുക്ക് ഷാർപ്പായിട്ട് നിങ്ങൾക്ക് കോളേജ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഞങ്ങൾ റെഡി ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവും. സോ താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ദിസ് മച്ച്. സോ ഹോപ്പ് യു ഹാവ് എ ഗുഡ് ഡേ ആൻഡ് welcome to Island IAS. So this is like a family, you are part of it. So let's continue this journey together. Thank you. Bye bye.